സിംഹവും ചുണ്ടലിയും. ഉച്ചഭക്ഷണത്തിന് ശേഷം സിംഹരാജാവ് ഒരു മരത്തിന്റെ നിഴലിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. മരത്തിനടുത്തുള്ള ഒരു ചെറിയ പൊന്തിൽ ഒരു ചുണ്ടലി ഉണ്ടായിരുന്നു. അത് ഭയങ്കര കുസൃതിയായിരുന്നു. പുറത്തു വന്ന് നോക്കിയ ചുണ്ടലി കണ്ടത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഹത്തെയാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി ചുണ്ടലി സിംഹത്തിന്റെ വലിയ ശരീരത്തിന് മുകളിൽ കയറി അങ്ങുമിങ്ങും ഓടി തുള്ളിച്ചാടാൻ തുടങ്ങി. അതിന് ഈ കളി രസകരമായി തോന്നി. കുറേ നേരം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ചുണ്ടലിയുടെ കളികൾ മൂലം സിംഹത്തിന് ഇക്കിളി തോന്നി തുടങ്ങി. അത് ഉണർന്നു നോക്കിയപ്പോൾ ചുണ്ടലി തന്റെ ശരീരത്തിൽ ഓടിക്കളിക്കുന്നത് കണ്ടു. അത് ചുണ്ടലിയെ കൈക്കുള്ളിലാക്കി ദേഷ്യത്തോടെ പറഞ്ഞു, "ഏയ്, നീ ആരുടെ ദേഹത്താണ് കളിക്കുന്നതെന്നറിയോ? നിന്നെ ഞാനിന്ന് കൊല്ലാതെ വിടില്ല." ചുണ്ടലി പേടിച്ചു വിറച്ചു. അത് അപേക്ഷിച്ചു, "എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാം." ചുണ്ടലി പറയുന്നത് കേട്ട സിംഹത്തിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞു, "നീ ഒരു കൊച്ചു ജീവിയല്ലേ, എന്നെപ്പോലുള്ള വലിയ സിംഹത്തിന് നീ എങ്ങനെ സഹായിക്കാനാ?" എന്തായാലും ചുണ്ടലിയോട് ദയ തോന്നിയ സിംഹം അതിനെ വിട്ടയച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചുണ്ടലി പൊന്തിനുള്ളിലിരിക്കുമ്പോൾ അത് സിംഹത്തിന്റെ ഗർജനം കേട്ടു. പുറത്തേക്ക് എത്തി നോക്കിയ ചുണ്ടലി കണ്ടത് വേടന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെയാണ്. സിംഹം നിസ്സഹായനായി വലയിൽ നിന്ന് പുറത്തു കടക്കാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. വലയിലുണ്ടായിരുന്ന കുരുക്കുകൾ അഴിച്ച് സിംഹത്തെ സ്വതന്ത്രനാക്കി. ഗുണപാഠം: വലിയവർക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ചെറിയവർ ചെയ്തെന്നു വരും.